അത് വളരെ വ്യക്തമാണല്ലോ. അതായത് ഇത് കേന്ദ്ര സ്കീമാണ്, കേന്ദ്രമാണ് അതിൻ്റെ ഇൻസെൻറ്റീവ് ഉയർത്തേണ്ടത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ ഞാൻ നടത്തിയ കൂടിക്കാഴ്ചയിലും അജണ്ടയിൽ ഒന്നാമത്തെ ഇനം ഇതായിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് അന്ന് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അതേ ഓഫീസേഴ്സിനോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ ഓഫീസേഴ്സ് പറഞ്ഞു ഇൻസെൻറ്റീവ്സ് ഈ സ്കീം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഒരിക്കൽ പോലും കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡെഫിനറ്റ്ലി വി വിൽ ഇൻ്റർവീൻ ആൻഡ് വിൽ ടേക്ക് എ പോസിറ്റീവ് സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് ആ ചർച്ചയിലും അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ മീഡിയയോട് പറഞ്ഞപ്പോഴും അന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ നിലയിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള വാർത്തകൾ കാണുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് കേന്ദ്രം ആ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. എന്തുകൊണ്ടാണ് ഇന്നലെ നടത്തിയ ചർച്ചയിൽ പരാജയപ്പെടാൻ കാരണം? എന്താണ് ചർച്ചയ്ക്കുള്ളിൽ നടന്നത്? ചർച്ചയ്ക്കുള്ളിൽ നടന്നത് ഞാൻ വളരെ വിശദമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതായത് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചയുടെ ഫലമായി ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം. ഇന്നിപ്പോൾ നിരാഹാര സമരമൊക്കെ തുടങ്ങുകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് അഭ്യർത്ഥിച്ചു. പക്ഷേ അവർ അംഗീകരിച്ചില്ല, അപ്പോൾ പരാജയപ്പെട്ടു. ചർച്ച തുടങ്ങി 4-ാം ദിവസം മിനിസ്റ്റർ പറഞ്ഞതിൽ അപ്പുറത്തേക്കൊന്നും വന്നില്ല. മാത്രമല്ല ഈ 38 ദിവസം കേന്ദ്രത്തെ കാണാൻ വേണ്ടി ഡൽഹി പോകാൻ വേണ്ടി കാത്തിരുന്ന എന്തിനാണെന്ന് 38 ദിവസം കാത്തിരുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട ജെ പി നദ്ദ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ വന്നിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ തന്നെ ചാനലുകളിലൊന്ന് പരതിയാൽ മതിയാകും, നിങ്ങളുടെ ആർക്കൈവ്സ് ഒന്ന് പരതിയാൽ മതിയാകും. ഞാൻ ഡൽഹിയിൽ വന്ന് ഇവിടെ കേരള ഹൗസിൽ വന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കണ്ടു വന്നതിന് ശേഷം ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആശമാരുടെ പ്രശ്നം ഞാൻ ഉന്നയിച്ചു. ഇനി അതല്ല, ഒരു വിവരാവകാശ പ്രകാരം ചോദിച്ചാലും മനസ്സിലാവും. അന്ന് ചർച്ച ചെയ്ത അജണ്ടയിൽ ഒന്നാമത്തെ ഇനമായിട്ട് ആശമാരുടെ വിഷയം എടുത്തു. ആ വിഷയം ചർച്ച ചെയ്തു. ആ അജണ്ടയിൽ അത് ഉൾപ്പെട്ടിരുന്നു, ആശമാരുടെ വിഷയം. അപ്പോൾ അത് 38 ദിവസമല്ല, ഇത് സ്റ്റേറ്റ് നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണല്ലോ. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇത്. ആ തുടർച്ചയാണ്, അല്ലാതെ ഇപ്പോൾ വന്ന് എന്നുള്ളതല്ല. നേരത്തെയും ഇതേ വിഷയം, അതായത് എത്ര മാസങ്ങൾക്ക് മുൻപാണ്, കഴിഞ്ഞ വർഷം 2024 ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ഞാൻ വന്ന് കണ്ടിരുന്നു. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതല്ലാതെ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 38 ദിവസം അങ്ങനെയല്ല, ഇത് ഈ വിഷയം വീണ്ടും ഉന്നയിക്കും എന്നുള്ളത് പറഞ്ഞു കേന്ദ്രത്തോട്. അത് വീണ്ടും ഉന്നയിക്കും എന്ന് പറഞ്ഞു. വീണ്ടും ഇപ്പം അതായത് നേരത്തെ ഒരു കുറിപ്പ് ഇവിടുന്ന് വന്നിരുന്നു, പിന്നീട് ആ കുറിപ്പിനെ മിനിസ്റ്റർ ഒന്ന് തള്ളി പറഞ്ഞിരുന്നു. പിന്നീട് സുരേഷ് ഗോപി തന്നെ അത് നദ്ദയുടെ ഓഫീസിൽ നിന്ന് തന്നതാണെന്ന് അവിടെ വന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു. ആ കണക്ക് എപ്പോഴെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടോ? ആ കണക്കുകൾ ശരിയാണോ? എന്താണ്? അല്ല, അത് ശരിക്കും വാർത്താക്കുറിപ്പായിരുന്നു. അല്ല, വാർത്താക്കുറിപ്പായിരുന്നോ? എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിച്ചാ. അല്ല, ഒരു കുറിപ്പെന്നല്ലേ പറഞ്ഞേ, അത് ശരിക്കും വാർത്താക്കുറിപ്പായിരുന്നോ? അല്ല, ഇവിടെ സുരേഷ് ഗോപിയുടെ ഓഫീസ് തന്നെ അവൈൽ ചെയ്ത ഇതാണ്. അപ്പൊ അദ്ദേഹം പിന്നീട് പറഞ്ഞല്ലോ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കണക്കുകളാണ് കൊടുത്തത്. അല്ല, അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. അല്ല, മിനിസ്റ്റർ പിന്നീട് അത് കണ്ടോ? ആ കണക്കുകൾ ശരിയാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ വാർത്താക്കുറിപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കേരളത്തിനെതിരെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു, ഒരിക്കലും ഒരു സംസ്ഥാനത്തിനെതിരെ ഒരു മിനിസ്ട്രിയും പ്രയോഗിക്കാത്ത വാക്കുകൾ അതിൽ ഉള്ളതുകൊണ്ടാണ് ഈ കുറിപ്പ് എന്താണെന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് പരിശോധിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലേ? അപ്പോഴാണ് അതൊരു വാർത്താക്കുറിപ്പ് അല്ല ഒരു വ്യാജ കുറിപ്പാണെന്നുള്ളത് മനസ്സിലായത്. അത് ചോദിച്ചത് നന്നായി. അപ്പോൾ ശരിക്കും അതൊരു വലിയ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. ഒരു കുറിപ്പ് വരുമ്പോൾ പറയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ. ആരും ഓൺ ചെയ്തു? അദ്ദേഹത്തിന്റെ മന്ത്രാലയം ഏതാ? അത് അദ്ദേഹത്തോട് ചോദിക്കാം. നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ ഞാൻ അതിലൊരു ഇതിലില്ല. അതായത് ഇത് വലിയ അപകടമുള്ളൊരു വിഷയമാണ്. ജനാധിപത്യത്തിൽ ഒരു കുറിപ്പ് വരുന്നു, ആ കുറിപ്പ് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അത് ആരോഗ്യ മന്ത്രാലയം തരുന്നു, എന്നിട്ട് മറ്റൊരാൾ പറയുകയാണ് അത് ആരോഗ്യ മന്ത്രാലയം തന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ വലിയ അപകടമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുൻപ് വളരെ മുതിർന്ന, വളരെ പരിണിത പ്രജ്ഞരായിട്ടുള്ള അല്ല, ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന്റെ ഉത്തരം ഞാൻ നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പബ്ലിക് document. You can verify. I have placed every paper related to this. എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കാനുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് കേരള നിയമസഭയിൽ ഐ ഹാവ് ടേബിൾഡ് ദ ഡോക്യുമെൻറ്റ് ആൻഡ് യു ക്യാൻ വെരിഫൈ.
എന്താണ് അതിൻ്റെ ശരി, എന്താണ് തെറ്റ്. ഒരു കുറിപ്പോ ഒന്നുമല്ല. ഇറ്റ്സ് എ document, and when I tabled it, it has become a public document. Now you can verify.